ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. തിമോത്തിയോസ് 1-ാം അധ്യായം 7-ാം വാക്യം. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ആമേൻ. ഇവിടെ ഹല്ലേലൂയ നമ്മൾ പ്രാപിച്ച ആത്മാവിനെ കുറിച്ച് പറയുന്നത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നമ്മൾ പ്രാപിച്ചത്. എന്നിട്ട് പറയുന്നത് ശക്തിയുടെ സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. പക്ഷെ നമ്മൾ എല്ലാവരിലും ഭയം വരുത്തില്ലേ? ഹലോ, താമസം സ്റ്റക്കായിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഭയം വരാറില്ലേ? വരാറുണ്ട്. ഹല്ലേലൂയ. കാരണം ഭയം ഞാൻ നല്ല ഇങ്ങനെ സ്റ്റാറ്റസ് പോലെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഭയം ഒരു ഇമോഷനും അല്ല, ഒരു റിയാക്ഷനും അല്ല. ആക്ച്വലി ഫിയർ ഇസ് എ സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പം ഭയം എന്ന് പറയുന്ന, ഫിയർ എന്ന് പറയുന്ന ഒരു ആത്മാവാണ്, അതൊരു ദുരാത്മാവാണ്. അപ്പൊ അതുകൊണ്ടാണ് ദുരാത്മാവിന് ഇരിക്കാനുള്ള സ്ഥലമല്ല നമ്മൾ എന്ന ടെമ്പിൾ ഓഫ് ദി ഗോഡായി നമ്മൾ, ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മളിൽ ഒരു ദുരാത്മാവിന് ഇരിക്കാനുള്ള. അതുകൊണ്ടാ ഭയം വന്നാൽ അതിന് വെച്ചുകൊണ്ടിരിക്കില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ നമ്മുടെ ചിന്തയിട്ട് നമ്മൾ ഓരോ നിമിഷം കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, ക്ഷീണിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ ഹല്ലേലൂയ അവശതയാക്കിക്കൊണ്ടേയിരിക്കും അല്ലെ? ഒരു ചെറിയ ഭയം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഹല്ലേലൂയ ആക്ടിവേറ്റ് ചെയ്ത് പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളാത്ത പോലെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ല വീട്ടിനകത്ത് ജോലി ചെയ്താൽ അതൊന്നും ശരിയാകത്തില്ല. അങ്ങനെ എവിടെ ഇരുന്നാലും ഒരു സ്വസ്ഥതയില്ലായ്മ. ഹല്ലേലൂയ ഇങ്ങനെ നമ്മളെ അതിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വികാരമാണ്, ഒരു ഇമോഷനൊക്കെ ആണെങ്കിൽ അത് ചെയ്യുമ്പോൾ മാറി. പക്ഷേ ഇത് ദുരാത്മാവായതുകൊണ്ട് നമ്മളെ ഇങ്ങനെ ഉറക്കമില്ലായ്മ വരും ആൾക്കാർക്ക്. ഹല്ലേലൂയ എവിടെ ഇരുന്നാലും ഇരിപ്പുറക്കത്തില്ല, സ്വസ്ഥത കിട്ടത്തില്ല, ഇങ്ങനെയുള്ള പല അവസ്ഥകളൊക്കെ വരും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇതിങ്ങനെ ദുരാത്മാവ് ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. 1 ജോൺ 4:18 വായിക്കാവോ? ഫസ്റ്റ് ജോൺ ജോൺ 4:18. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ആമേൻ. അപ്പൊ നമ്മളിലെ ഹല്ലേലൂയ സ്നേഹത്തിന് ഭയമില്ല, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി. കാരണം സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറം. അപ്പം ഇവിടെ പറയുന്ന സ്നേഹം ഇത് ആരോടുള്ള സ്നേഹം എന്നറിയാം? ദൈവത്തോടുള്ള സ്നേഹമാണ്. അപ്പൊ ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹം നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭയം വരുമ്പോഴത്തേന് ഈ ഭയത്തെ പുറത്താകും. കാരണം വെച്ചാൽ ഹല്ലേലൂയ നമ്മളുടെ ദൈവസ്നേഹം നമ്മൾ കവിഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ ഈ ഭയത്തിന് ഇരിക്കാൻ പറ്റില്ല, ഭയം എന്ന ദുരാത്മ ഇരിക്കാൻ പറ്റില്ല. കാരണം ദൈവസ്നേഹം നമ്മളോട് പറയും ഹല്ലേലൂയ ദൈവം കൂടെയുണ്ട്, ദൈവത്തിന്റെ മക്കളാ നമ്മൾ, ദൈവം ഉള്ളത് കൊണ്ട് നമ്മളെ ഹല്ലേലൂയ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെയുള്ള മറ്റാരിലും കുഴപ്പമില്ല, ആരൊക്കെ ഉപേക്ഷിച്ചാലും പ്രശ്നമില്ല. ഇതൊക്കെ നമ്മളോട് ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മളോട് ഇങ്ങനെ ഉപദേശിക്കുക, അല്ലെ പരിശുദ്ധാത്മ ഉപദേശം. അപ്പൊ ഈ ഭയം പലപ്പോഴും ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല അനർത്ഥങ്ങളും പല ആപത്തുകളും പല തിന്മകളൊക്കെ കടന്നു വരുമ്പോഴും നമ്മൾ എന്താ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന കാര്യം? ദൈവസ്നേഹം നമ്മളെ കംഫർട്ട് ചെയ്യും അപ്പൊ തന്നെ. ദൈവസ്നേഹം നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വചനം, ദൈവസ്നേഹമൊക്കെ നമ്മളെ ഉറപ്പിക്കും. നമ്മളോട് ഉപദേശിച്ചു തരും. ഹല്ലേലൂയ. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ ദൈവസ്നേഹം നമ്മൾ ഉപദേശിക്കുമ്പോഴും ദൈവം നമ്മളെ ഉപദേശിക്കുമ്പോഴും എല്ലാം നമ്മൾ കാണാൻ മറ്റൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം? മഴ തുടങ്ങി ഇവിടെ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പിശാചിനെ എതിർത്ത് നിൽക്കണം, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ. നമ്മൾ ദൈവത്തോട് കീഴടങ്ങണം. അപ്പൊ നമുക്ക് ദൈവം തന്നിട്ടുള്ളതാണ് എന്താന്ന് വെച്ചാൽ പിശാചി വന്നു കഴിഞ്ഞാൽ ഇരിപ്പിടം ഉറപ്പിച്ച് പെരയ്ക്കാൻ വീടെല്ലാം തുറന്നിട്ട് കൊടുക്കണമെന്നല്ല പഠിപ്പിച്ചേക്കുന്നേ. അവൻ വന്നു കഴിഞ്ഞാൽ അവനെ പുറത്താക്കി കളയണം. നിങ്ങൾ അത് പുറത്താക്കി കളയണമെങ്കിൽ ആദ്യം നമ്മൾ എന്തിനാ? നമ്മൾ ദൈവത്തിന് കീഴടങ്ങണം.
ഹാലയിലൂയ. നമ്മള് പിശാജ് എന്ന് പറഞ്ഞാൽ പിശാജ് പോകണമെങ്കിൽ എന്താണെന്നറിയാം, നമ്മൾ ദൈവസേന നിരപ്പ് പ്രാപിച്ച് ദൈവസേന കീഴടങ്ങി ദൈവമായി നല്ലൊരു ബന്ധത്തിലായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. നമ്മൾ കണ്ട വഴിയൊക്കെ നടന്നിട്ട് വന്നിട്ട് പിശാജ് എന്നാൽ പിശാജ് പല്ലിളിച്ച് കാണിക്കും നമ്മുടെ അടുത്ത്. കാരണം ശവം പോകത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കൃത്യമായി, നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരുവൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. നിങ്ങൾ പിശാചിന്റെ എതിർത്ത് നിൽക്കുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ ദൈവത്തോട് അടുത്ത് വരികയും വേണം, പിശാചിന്റെ എതിർത്ത് നിൽക്കുകയും വേണം. ദൈവമായിട്ട് ഒരു ബന്ധമില്ല. എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നിട്ട് പിശാചിനെ എതിർക്കാൻ പറഞ്ഞാൽ എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലയില്ലേ ദൈവത്തിന്റെ വചനത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹാലയില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ പാസ്റ്റർ അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഹാലയില് പ്രാർത്ഥിച്ചപ്പോ ഇവരിങ്ങനെ കുറച്ച് വചനമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ 1-2 വചനം ഇങ്ങനെ കയറി പിടിച്ച് ഹാലയില്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഹാലയിൽ രോഗമോ അസ്വസ്ഥതകളോ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വചനം വെച്ചതിനെ ജയിക്കാവുന്നതാണ്. അപ്പൊ ഇന്നലെ ഞാൻ വിളിച്ചേക്ക് ഇങ്ങനെ ഹാലയുടെ കിടക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്യാസ് കയറി തലവേദനയൊക്കെ എടുക്കണം. അപ്പൊ ഞാൻ പെട്ടെന്ന് കൊടുക്കണം 105 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഹാലയില്, എന്താ, എന്റെ അഭിഷക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യരുത്. ഹാലെ, ഇത് എന്താ വെച്ചാൽ ആരോടാ ഇത് പറഞ്ഞേക്കുന്ന ഹാലയില്? ശത്രുവിനോടാ പറഞ്ഞേക്കുന്ന ഹാലയില്. അപ്പൊ പിശാചിനോടാ ഹാല. ഈ രോഗം എന്ന് പറയുന്നത് ദുരാത്മാവാന്ന് നമുക്കറിയാം. ഹാല, അപ്പൊ ഈ രോഗം നമ്മുടെ ശരീരത്തോട്ട് കയറി വരുമ്പോൾ ഞാൻ ഈ കട്ടിലെ കടന്ന് റിപ്പീറ്റ് ചെയ്ത് വചനം ഇങ്ങനെ പറയാൻ തുടങ്ങി. ഹാലയില് എന്താ പറയാ, എന്റെ അഭിഷക്തനെ തൊടരുത്, ഹാലെ, പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യരുത്, ഹാലയില് എന്ന് പറഞ്ഞ് വചനം ഇങ്ങനെ റിപ്പീറ്റ് പറയാൻ തുടങ്ങി. പെട്ടെന്ന് ഇത് ഫ്രീ ആയത് ഞാൻ മനസ്സിലാക്കി. അല്ല, അപ്പൊ ഞാൻ ആദ്യം വെച്ചു ഇത് ടാബൊക്കെ എടുക്കാം, നല്ല വേസ്റ്റ് ആയിട്ട് വന്നു. അപ്പം ഇത് പറഞ്ഞപ്പോ ഫ്രീ ആണ്. അപ്പൊ ശരീരത്തിൽ ഇത് ഫ്രീ ആണെന്ന് കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വചനം ഇവിടെ പറയുന്നത്. അല്ലെ, അപ്പൊ അന്നേരം അല്ലെ നമുക്കൊരു കാര്യം മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അല്ലെ, അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ പറയുമ്പോൾ ഹല്ലേലൂയ, ആ വചനം എന്ത് നമ്മളെ വിടുവിക്കും. നമ്മളെപ്പോഴും പാമ്പുകളെയും തേലുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ദൈവം എനിക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും ഞങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തില്ല എന്ന് പറയുമ്പോൾ ഹാലലുയ, ഈ അധികാരം നമ്മൾ എടുക്കുമ്പോൾ ഹാലലുയ, നമ്മൾ എടുക്കാനായിട്ട് വചനത്തിന് ജീവൻ ഉണ്ടെന്നറിയാം. പക്ഷേ ഇത് പറയുന്ന നമ്മുടെ നാവിൽ അധികാരം ഉണ്ടോ എന്ന് തന്നെ നോക്കണം. ജീവനും വേണം നമ്മുടെ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. പക്ഷെ ഇത് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ഹാലിലെ ക്രമപ്പെടേണ്ട മേഖലകളിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെയൊക്കെ ക്രമപ്പെട്ട് നമ്മൾ ദൈവത്തോട് അടുത്താണ് നിൽക്കുന്നതെന്ന ബോധത്തിൽ നിന്ന് തന്നെ പറയണം. ദൈവത്തോട് അടുത്ത് തന്നെ നിൽക്കണം. പല ആൾക്കാരും വചനം എടുത്ത് ഉപയോഗിക്കും, പക്ഷെ അവർ ദൈവമായിട്ട് അടുത്താണോ നിൽക്കുന്നത് വെച്ചാൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ഹാലലുയ, ദൈവം നമുക്ക് തന്നിട്ട് പ്രോമിസുകൾ ഓരോന്നും ദൈവവചനത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഹാലലുയ, അത് പറഞ്ഞാൽ പിന്നെ ഹാലലുയ, ഞാൻ പറയും ഈ ടെറിട്ടറിക്കകത്ത് പിശാച് കയറത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം സിസ്റ്റർ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശം എന്റെ പക്കലുള്ള നീതി എന്നാൽ അവരുടെ നീതി ഇത് തന്നെയാകുന്ന യഹോവ അരുളിച്ചത്. ഇവിടെ പറയുന്നത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അവിടെ ആയുധം ഉണ്ടാക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, അവിടെ ആയുധം ഉണ്ടാക്കത്തില്ലെന്നല്ല പറഞ്ഞത്, ആയുധം ഉണ്ടാക്കും. അല്ലേ, വെപ്പൺസ് നിനക്കെതിരെ ഒരു ആയുധം ഉണ്ടാക്കത്തില്ലെന്നല്ല, നിനക്കെതിരെ ഉണ്ടാക്കുന്ന വെപ്പൺസ് ഏതാണെങ്കിൽ അത് ഫലിക്കത്തില്ല. ഹാലലിയ, അപ്പൊ നിനക്കെതിരെ ആയുധങ്ങൾ ആര് വേണ്ടത് ഉണ്ടാക്കിക്കൊള്ളട്ടെ. ഹാലലിയ, പക്ഷെ അത് ആമേൻ ഹാലലിയ, അത് നമ്മളിലേക്ക് എഫക്റ്റ് ചെയ്യണോ വേണ്ടായോ എന്ന് ഹാലലിയ ആമേൻ നമുക്ക് അത് ഫലിക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വരുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. ഇത് മനസ്സിലാക്കിയാൽ മതി. കാരണം നമ്മൾ ഈ വചനം പറയാണ്, നിനക്കെതിരെ ഉണ്ടാക്കുന്ന എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധം ഫലിക്കില്ല എന്ന് വെച്ചാൽ ശത്രു അതോടെ ആയുധം ഉണ്ടാക്കൽ നിർത്തുവോ? ഇല്ല, അവൻ ആയുധം ഉണ്ടാക്കിക്കൊണ്ട്. പക്ഷെ ഇതിങ്ങോട്ട് വരുമ്പം ഇത് നമ്മൾക്ക് ഇവിടെ വരുമ്പോഴും നമുക്ക് വചനം നമുക്ക് തീമതിലായി നിൽക്കുകയാണ്. ഹാലൊരു പ്രൊട്ടക്ഷനായി നിൽക്കുകയാണ്. 91-ാം സങ്കീർത്തനം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്ന പ്രൊട്ടക്ഷൻ എല്ലാം ആർക്കുള്ളതെന്നറിയാ? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർക്കുള്ളതാ, സർവശക്തി നേരിലും കീഴിൽ പാർക്കുന്നവർക്കുള്ളതാ. ഈ പാർക്കുന്നവരാണെങ്കിൽ അതിൽ പറഞ്ഞേക്ക് ബാക്കിയുള്ള എല്ലാ പ്രൊട്ടക്ഷനും നമ്മുടെ മേൽ വെളിപ്പെടും.
വെറുതെ എഴുതി വെച്ചിരിക്കുകയല്ല അത്. ഹാലയില്ല. അപ്പം ശത്രു എനിക്കെതിരെ എപ്പോഴും അങ്ങ് ഭയങ്കര പോരാട്ടോ സിസ്റ്റർ. അവിടെ അങ്ങ് ഭയങ്കര അങ്ങ് ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് അവരങ്ങ് അങ്ങനെ ഇങ്ങനെ അതൊക്കെ വരും. ആയിക്കോട്ടെ, അവിടെ നിന്ന് പോരാടിക്കോട്ടെ, നിനക്കെന്താ പ്രശ്നം? അല്ല, നിന്നെ തൊടരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തൊടത്തില്ല. ഹാലയില്ല. നിന്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞ് വരുത്തില്ല. ഹാലേ, നിനക്ക് ചുറ്റും ഞാൻ ഹാലെ മതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ്. ഹാലയില്ല. അബ്രഹാമിന്റെ പറയുന്ന വാക്തത്വം എന്താ? ഞാൻ നിനക്ക് ചുറ്റും പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അപ്പൊ അബ്രഹാമെ, നിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോ അവിടുത്തെ രാജാവ് നിന്നെ മൈൻഡ് ചെയ്തില്ല, നീ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അബ്രഹാമിന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. എന്റെ ദൈവം എന്റെ മഹത്തായ പ്രതിഫലം പറഞ്ഞ നിന്റെ ഈ ചെരുപ്പിന്റെ വാറ് പോലെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സകലം അവിടെ രാജാവിനെ വീട്ടിൽ കൊടുത്തിട്ട് പോരാൻ. കാരണം എന്താ? അബ്രഹാമിനറിയാം അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം ആരാണ്. അബ്രഹാമിനെ അറിയാമായിരുന്നു. ഹാലേലൂയ. ആമേ, എന്റെ ദൈവം എന്റെ പ്രതിഫലം എന്റെ ദൈവമാണ്. ഹാലേലൂയ. അപ്പൊ മഹത്തായ പ്രതിഫലം ഞാനാന്ന് പറഞ്ഞെങ്കിൽ മറ്റു പ്രതിഫലം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലേലൂയ നമുക്ക് എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും തരുമെന്ന് പ്രതീക്ഷിക്കാനും പ്രതീക്ഷിച്ച് തരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ എക്സ്പെക്ട് ചെയ്തെടുത്തൊന്നും നമുക്ക് ഹാലേലൂയ അതൊന്നും ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്റെ പ്രതിഫലം ഈ വർഷത്തെ എന്റെ പ്രോമിസ് വേർഡ് ഇതായിരുന്നു. ഹാലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞതായിരുന്നു. ഹാലേലൂയ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണെന്ന്. ഹാലേലൂയ, നിന്റെ പരിചയം അതിമഹത്തായ അപ്പൊ എന്റെ ദൈവം എന്റെ പരിചയം എന്റെ അതിമഹത്തായ പ്രതിഫലമാണ് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റ് പ്രതിഫലം എന്തിനാ നമ്മൾ അന്വേഷിക്കുന്നത്? ഹാലലുയ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, നമുക്ക് എതിരായി വരുന്ന ആയുധം ഹാലലുയ ഫലിക്കത്തില്ല എന്ന് മാത്രമല്ല പറയുന്ന ന്യായവിസ്താരത്തിൽ എന്താ പറയാ, യാതൊരായാലും ഫലിക്കുകയില്ല. ന്യായവിസ്താരം നിനക്ക് വിരോധം എഴുന്നേക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. എപ്പോഴാ? ന്യായവിസ്താരത്തിൽ എല്ലാം വന്ന് നിൽക്കുമ്പോൾ ഈ പറഞ്ഞതൊക്കെ അവിടെ വെളിപ്പെടുമ്പം നമ്മൾ അവിടെ അതിനെ കുറ്റം വിധിക്കുക എന്നാ പറയുന്നത്. ഹാലലിയ. കാരണം ആ അധികാരം കൊണ്ട് നമുക്ക് തന്നിട്ടുണ്ട് അന്ന് അവിടെ നിന്നല്ലേ. ഹാലലിയ. അപ്പൊ അവിടെ നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ കണക്ക്, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ മഹാശബ്ദം, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരൻ രാപ്പോൾ ദൈവത്തെ കുറ്റം ചെയ്ത് അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ഹാലലൂയ. വെളിപ്പാട് പുസ്തകം 12:10 വായിച്ചത്. അപ്പം നമ്മളെ രാപ്പകൽ കുറ്റം വിധിക്കുന്ന ഒരു അപവാദി ഉണ്ടായിരുന്നു. അവനെ ന്യായവിസ്താരത്തിൽ നമ്മൾ കുറ്റം വിധിക്കും. അവനെ തള്ളിയിട്ട് കളയും. എന്താ പറയുന്നത്? പിശാച് കള്ളനാണ്. ഹാലലിയ. ഫോഷ്കിന്റെ അപ്പനുമാണ്. ഇന്ന് നമ്മളെ നോക്കിയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് എന്താ പറയാ? നീ ശരിയല്ല, നിന്റെ പ്രാർത്ഥന ശരിയല്ല, നീ പ്രാർത്ഥിച്ച് ദൈവം കേൾക്കുന്നുണ്ടോ? നീ കുറെ നാളായല്ലോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എന്തോ കുഴപ്പമുണ്ട് നിനക്ക് കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ, നീ ഒരിക്കലും പുറത്തു വരത്തില്ല, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല, നീ ഒരിക്കലും നിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കത്തില്ല. ഇങ്ങനെ എല്ലാ അപവാദി പറയും നമ്മളോട് വന്നിട്ട്, ഇല്ലേ? പോരാത്തരം മറ്റുള്ളവരെ കൊണ്ടും കൂടെ നമ്മളെ പറയിപ്പിക്കും. പലതും ഹാലയിലൂയ. കാരണം നമ്മളെ കാണുമ്പോൾ തോണ്ടാനും രണ്ട് പറയാനും ഹാലയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നേരി അവന്റെ ആയുധങ്ങളെല്ലാം അവരെടുക്കും. ഹാലയില. അപ്പോഴൊക്കെ നമുക്കൊരു കാര്യം ഉറപ്പുണ്ടാകണം. ഹാലയില, ഇത് അപവാദിയാണ്. അപവാദി വാ തുറന്ന് അപവാദം മാത്രമേ പറയത്തുള്ളൂ. ഇത് കേട്ടിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഹാലയില. അപ്പൊ അവന്റെ ജോലി എന്താ? പിശാചിന്റെ ജോലി എന്താ? നുണ പറയാ, ഫോഷ്കിന് അപ്പുറം ഒന്ന് ദൈവം വിളിച്ചെങ്കിൽ പിശാചിന്റെ ജോലി ഫോഷ്ക്ക് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവൻ നമ്മളെ കുറിച്ച് ഫോഷ്ക്ക് പറയും. പക്ഷെ നമ്മൾ ആ ഫോഷ്ക്ക് കേട്ടിട്ട് അടങ്ങി ഇരിക്കണം എന്നല്ല ദൈവം കേട്ടാ. നീ അത് പറഞ്ഞു, കുഴപ്പമൊന്നും, ഞാൻ കിടന്ന് ഉറയിക്കളെ, ഇതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ നല്ല സുഖമാണെന്നല്ല. നീ എഴുന്നേറ്റ് നിൽക്കണം, നീ എതിർത്ത് നിൽക്കണം. എന്നിട്ട് അവനോട് പറയണ പറഞ്ഞത് മതി. പക്ഷെ ഇനി നീ എന്റെ ഭവനത്തിൽ കയറിയിട്ട് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ ഭവനം ഇത് ദൈവത്തിന്റെ കൺട്രോളിലാണ്. ഞാൻ യേശു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടാണ്. യേശു രക്തത്താൽ ഞാൻ മറിഞ്ഞിരിക്കുന്നത്. എന്നെ എന്റെ തലമുറത്തോട് നിനക്ക് യാതൊരു അധികാരവും ഇല്ല. ദൈവം ഞങ്ങളെ നീതീകരിച്ചതെങ്കിൽ കുറ്റം വിധിക്കാൻ ആർക്ക് സാധിക്കും? നമ്മൾ ഇത് പറയണം. നമ്മുടെ വായ തുറന്ന് തന്നെ നമ്മൾ പറയണം. നമ്മുടെ ഭവനത്തിലിരിക്കുന്ന നമ്മുടെ ഭവനത്തിൽ ചിലപ്പോഴൊക്കെ ഞാൻ പറയും, പണ്ടൊക്കെ അവിടുത്തെ ഫ്ലാറ്റ് ഞാൻ ചെയ്യുന്നത് എല്ലാ റൂമിലും ഹാളിലും ഒക്കെ കിച്ചണിലും എല്ലാം ഓടി നടന്ന് വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം വെച്ചാൽ അപ്പൊ അവിടെ എന്താ വെച്ചാൽ അവിടെ എങ്ങും ഒരിടത്ത് പോലും ഇതിനിരിക്കാൻ പറ്റരുത്. കാരണം ഇതിനെ പുറത്താക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തം.
അല്ല, നമ്മൾ ഈ വചനം പറഞ്ഞുകൊണ്ട് ഹാലില്ല, ആത്മാവിന്റെ ശക്തിയിൽ ഹാലില്ല, വിശ്വാസത്തിൽ വചനം പറയും നമ്മുടെ വീട്ടിലിരിക്കട്ടെ. പണ്ട് ഞാൻ പറയും എല്ലാ ദിവസവും രാവിലെ 91 സങ്കീർത്തനം ഹാലയില്ല എന്നും പറയാം. കാരണം സംഹാരകൻ കടന്നു വന്നപ്പോൾ രക്തത്തിന്റെ മുദ്രയേറ്റത് അവിടെ കേറാതെ പോയെങ്കിൽ ദൈവത്തിന്റെ യേശുവിന്റെ രക്തത്തിന് എത്രത്തോളം ശക്തിയുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന വചനത്തിന് അതിനെക്കാട്ടി ശക്തിയുണ്ട്. ഹാലൂയ. അപ്പൊ ആ വചനം നമ്മൾ ഓർത്ത് യേശുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ കട്ടളമേലും കുറുമ്പടിമേലും മുദ്ര ചെയ്താൽ സംഹാരകനല്ല ഒന്നും നമ്മുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കത്തില്ല. ഇതൊക്കെ വെറുതെ ഒരു കെട്ടുകഥയായിട്ടോ വെറുതെ ഒരു തമാശയായിട്ടോ നമ്മൾ കാണരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ദിനം തോറും പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ചില ദുർഭൂത മണ്ഡലങ്ങൾ നമ്മുടെയൊക്കെ ഭവനത്തിലുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരോ സ്നാനപ്പെട്ടവരോ വിശുദ്ധിയിലും വേർപാടും ജീവിക്കുന്നവരോ അല്ല. എന്റെ വീട്ടിലൊക്കെ നേരം എടുത്താൽ ഇരുട്ടം വരെ ടി വി തുറന്നു വെച്ചേക്കാണ്. രാത്രി മാത്രമേ ഉള്ളൂ, ഈ വെളുപ്പാങ്കാലത്തെ സമയത്തുള്ളൂ സ്വസ്ഥമായിട്ട് നമുക്ക്. അല്ലാത്ത എപ്പോഴും ടിവിയുടെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ടി വിയിൽ കൂടെ വരുന്നതെല്ലാം നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവിടെ വരുന്ന ഓരോ സീരിയലുകളും സിനിമയും ഒക്കെ അതിന്റെ പിന്നിൽ എത്രത്തോളം ആ ദുരാത്മ സ്വാധീനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മുടെ ഓൺലൈൻ മീഡിയയിലൂടെ നമ്മൾ വചനം പറയുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുന്നെങ്കിൽ അതിലൊക്കെ നമ്മൾ കാണുന്ന മറ്റുള്ള എന്ത് കാര്യത്തിലും അതിനകത്ത് ദുരാത്മ ശക്തി വ്യാപരിക്കും. അത് നമ്മളായിരിക്കും റൂമിലേക്ക് ഇറങ്ങും, നമ്മളായിരിക്കുന്ന വ്യക്തിയിലേക്ക് കയറും. ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ടാണ് അധികം നമ്മൾ ഇതിന്റെ മുമ്പിൽ സമയം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ആത്മീയത താഴേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഇടയ്ക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്ത കാര്യം തന്നെ. കാരണം വെച്ചാൽ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മളുടെ മൈൻഡൊക്കെ ഫ്രീ അല്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് എന്തെങ്കിലുമൊക്കെ കണ്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകുന്ന നമുക്ക് ഫീൽ. കാരണം വെച്ചാൽ ഇതിനകത്തൊരു ദുരാത്മ ശക്തിയുണ്ട്. അതുകൊണ്ട് ഇതിനെ അധികം കാണരുതെന്ന് പറഞ്ഞു. ദൈവദാസന്മാരൊക്കെ കാണുന്ന സിനിമ കണ്ട എന്താ ചത്തു എന്നൊക്കെ ചോദിക്കുക ആൾക്കാർ. കാണരുതെന്ന് പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ടു കഴിഞ്ഞാൽ അതിന് അഡിക്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഇതിനകത്തെല്ലാവരും അഡിക്റ്റ് ആക്കുന്ന ദുരാത്മ ശക്തിയുണ്ട്. കാരണം അവർ എന്ത് കാര്യം ഷൂട്ടിങ് നടക്കുന്നതിന് മുമ്പ് പൂജയും അതും ഇതൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് മറ്റുള്ളവരുടെ കണ്ണിനെ മൂട്ടിക്കെട്ടി ഇതിലേക്ക് അട്രാക്ട്. അതുകൊണ്ട് സീരിയലിന് മുമ്പിലേക്ക് അമ്മച്ചിമാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോലും എഴുന്നേക്കത്തില്ല. വീട്ടിലെ ഗസ്റ്റ് വന്നാൽ പോലെ ഒരു മിണ്ടത്തില്ല. അവർക്ക് ദേഷ്യം. കാരണം വെച്ചാൽ ഇത് മുടങ്ങി പോകുന്നു. കാരണം അത്രത്തോളം ഇതിനകത്ത് അഡിക്റ്റഡ് ആയി പോകുന്നു. അവർ പോലും അറിയാതെ ഇപ്പൊ നമ്മൾ കുട്ടികളെ ഇപ്പൊ മയക്കുമരുന്നൊക്കെ നമ്മൾ കാണുന്ന ആദ്യം അവരറിയാതെ അല്പം വെള്ളത്തിലോ അല്ലെങ്കിൽ ജ്യൂസിലോ അല്ല എന്തെങ്കിലും കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവരതിന് പിന്നാലെ ചെല്ലും. കാരണം അവരതിന് അടിമയായി പോകുന്നു. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കാതെ എങ്ങനെയാണ് അടിമയാകുന്നത് വെച്ചാൽ. അപ്പൊ എനിക്ക് ദൈവം അത് മനസ്സിലാക്കി തന്ന ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സമയത്ത് ഓൺലൈനിലൂടെ വലിയൊരു ഹീലിംഗ് എനിക്ക് ടി വി ജോഷിയുടെ മീറ്റിംഗിൽ ലാപ്ടോപ്പ് ഞാൻ സ്ക്രീനിൽ കൈ ടച്ച് ചെയ്തപ്പോൾ എന്റെ ശരീരത്തിലേക്ക് ദൈവശക്തി അടിച്ചത് മനസ്സിലായി. അന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതാണ് ഓൺലൈനിലൂടെ നമ്മുടെ ഈ സ്ക്രീനിലൂടെ നമ്മളിലേക്ക് ദൈവശക്തി വരുമെങ്കിൽ ഞാനൊരു പ്രാർത്ഥിക്കുക, നമ്മൾ വചനം പറയുമ്പോൾ നിങ്ങൾ ആ ദൈവശക്തി തിരിച്ചറിയുന്നെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ദുരാത്മശക്തിയും അതുപോലെ വരും. രണ്ട് സ്പിരിറ്റാ. രണ്ടിനും സഞ്ചരിക്കാനായിട്ട് രൂപ അല്ലെങ്കിൽ മറ്റേ കഥ വാതില ജനല ഒന്നും ഒരു പ്രശ്നമേ അല്ല. അത് വരും. അതുകൊണ്ടാണ് അത് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കണം എന്ന് പറയും. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ പറയണം എന്താ പിശാചോട് പറയണം, ഇതിവിടെ പറ്റത്തില്ല, ഇത് പറ്റത്തില്ല. മറ്റു വീട്ടിൽ പൊയ്ക്കോ അല്ലെങ്കിൽ മറ്റാളിൽ പൊയ്ക്കോ, പക്ഷെ ഇവിടെ എന്റെ തലമുറയിൽ തൊടാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്ന ശരീരമാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ വസിക്കുന്നു. ഞങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആത്മാവിന് വസിക്കാനുള്ളതാ, മറ്റുള്ളവർക്ക് കയറി ഇരിക്കാനുള്ളതല്ല. നമ്മുടെ വീട്ടില് അതിക്രമിച്ച് റോഡിൽ കൂടെ പോകുന്ന പിച്ചക്കാർ വന്ന് പെരക്കകത്ത് കയറി കട്ടിലേക്ക് തെറ്റി കയറി നമ്മൾ എന്തോ ചെയ്യും? ഇറക്കി വിടും. ഇപ്പൊ പ്രത്യേകിച്ച് അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ആണെങ്കിൽ തിറ്റോട്ട് പോലും കേട്ടത്തില്ല. കാരണം ഇതുങ്ങളെ കയറ്റി കഴിഞ്ഞാൽ പേടിയാ അല്ലേ? എന്താ ചെയ്യുന്നത്? നമ്മൾ ഇറക്കി വിടും അവരെ. അതുപോലെ തന്നെ അതിക്രമിച്ച് കയറി വരുന്നവരെ നമ്മൾ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറ്റത്തില്ല എന്നുള്ളത് പോലെ തന്നെയാണ് പല ദുരാത്മ ശക്തികൾ നമ്മുടെ വീട്ടിലേക്ക് വരാതെ. രോഗമാകട്ടെ, ഭാരമാകട്ടെ, കടഭാരമാകട്ടെ, എന്താ പറയാ സമാധാനക്കേടാകട്ടെ, എന്ത് കാര്യമാണെങ്കിലും ഹല്ലേലൂയ, അസമാധാനം കൊണ്ടുവരുന്നതൊക്കെ ദുരാത്മാവാണ്. അതിനെല്ലാം എന്ത് ചെയ്യുന്ന വെച്ചാൽ വായെ തുറന്ന് തന്നെ പറഞ്ഞ് കൽപ്പിച്ച് പുറത്താക്കണം. നമ്മളുടെ വായെ തുറക്കണം. നമ്മുടെ അധികാരം നമ്മുടെ നാവിലേ ഇരിക്കും, നമ്മുടെ മനസ്സിൽ. അതുപോലെ വചനം വായിക്കുമ്പോൾ ഞാൻ കുറെ ദിവസങ്ങളായിട്ട് ഭയങ്കര മൗനമായിട്ടാണ് വചനം വായിക്കുന്നത്. പക്ഷെ ഇന്നലെ എന്നോട് ദൈവം പറഞ്ഞു ഉറക്ക വചനം വായിക്കുന്നു. ഇന്നലെ തുടങ്ങി ഞാൻ ഉച്ചത്തിൽ നിന്ന് വചനം വായിക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഈ മൗനമായി വായിക്കുന്ന ഉച്ചത്തിൽ വചനം വായിക്കുന്ന രണ്ടും പവറാണ്.
ഉച്ചത്തിൽ വചനം വായിക്കുമ്പം നമ്മുടെ വായിൽ വചനം ഇങ്ങനെ നമ്മുടെ വീടിനുള്ളിലേക്ക് മുഴങ്ങും. ഹല്ലേലൂയ. അമ്മ വീടിനുള്ളിൽ നിൽക്കുന്ന നെഗറ്റീവ് ഒക്കെ ഇറങ്ങി ഓടും. ഹല്ലേലൂയ. കാരണം അത് ഇന്ന് പറയും വചനം നിങ്ങൾ വായിക്കുമ്പോൾ എല്ലാവരും ഉച്ചത്തിൽ വചനം വായിക്കണം. അല്ല, പ്രത്യേകിച്ച് നിങ്ങൾ ഹല്ലേലൂയ എല്ലാ വചനത്തിനും ഹല്ലേലൂയ. ഞാൻ ഇന്നലെ മൊത്തം ഇരുന്നിട്ട് അതുകൊണ്ട് ഒച്ചത്തിലാണ് വായിച്ച ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ എന്തൊക്കെയോ നിൽക്കുന്നു, എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ കുഴയുന്ന അസ്വസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഭയങ്കര ഹെവിനെസ്സാ, ഒരു ഭാരം പോലെ, അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറില്ലേ? എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ അതെന്താ നമുക്ക് കാരണം എന്താ വെച്ചാ പക്ഷെ നമുക്ക് എന്തോ ഒരു വലിയ ഭാരം, ഇങ്ങനെ തലയ്ക്കൊക്കെ ഒരു ഭാരം പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു അപ്പൊ നമ്മളെ നമുക്ക് എന്തോ സംതിങ് വരാൻ പോകുന്ന ആ ഒരു ഇതൊക്കെ വരും. പക്ഷേ ഇത് വരുമ്പോ അല്ലെങ്കിൽ ഇത് പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കരുത്. നീ എഴുന്നേൽക്കണം. നീ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ നടക്കണം. നീ വചനം പറയണം. അപ്പൊ പറഞ്ഞ പിശാചിന് നമ്മൾ ഇടം കൊടുക്കരുത്. ഇടം കൊടുത്താൽ അവൻ എന്താ ചെയ്യുന്നത്? പിന്നങ്ങ് ചൂടെടുത്തിട്ട് വിയർത്ത് ഒഴുകുക. പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാല് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവനിങ്ങനെ നൂഴ്ന്ന് അങ്ങ് കയറി ഒട്ടകത്തിണ്ടം കൊടുക്കുന്നതിനെക്കാട്ടിയൊക്കെ കഷ്ടമാണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ വചനം ഒത്തിരി വചനം നമുക്ക് ദൈവം തന്നെ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കോ സിസ്റ്റർ. നേരത്തെ പറഞ്ഞ വാക്യം തന്നെ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. അപ്പം അടുത്ത 8-ാം വാക്യം വായിച്ചാൽ ദൈവത്തോട് അടുത്തില്ലെന്നാൽ അവൻ നിങ്ങളോട് അടുത്തൊരു പാപികളെ കൈകളെ വെടുപ്പാക്കി ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരുവിൻ. എന്താ നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ദൈവത്തോട് അടുത്ത് വരുന്നത്. നമ്മളെ ഹൃദയങ്ങളെ വെടിപ്പാക്കണം. നമ്മളെ ഹൃദയങ്ങളെ വെടിപ്പാക്കിയിട്ട് ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ. അപ്പൊ നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരും. കർത്താവിന്റെ സ്ഥലത്ത് താഴും, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പൊ നമ്മൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ താഴണം. ഹല്ലേലൂയ. അപ്പൊ വേറെടുത്ത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താ പറയാ? കർത്താവിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണം? ദൈവസന്നിധിയിൽ താഴ്ന്നിരിപ്പിൻ, അവൻ നിങ്ങൾ ഉയർത്തുവോളം ദിവസത്തിൽ താഴ്ന്നിരിക്കണം. അപ്പൊ ദൈവം നമ്മൾ ഉയർത്താൻ സമയമുണ്ട്. അതുവരെ നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കണം. അല്ലാതെ മറ്റെന്തെങ്കിലും ഉപായങ്ങളും മറ്റെന്തെങ്കിലും സൂത്രങ്ങളും ഉപയോഗിച്ച് അവിടേക്ക് ഇവിടേക്ക് ഓടി നടക്കരുത്. ദൈവമക്കൾ, ഞാനൊരു കാര്യം പറയാം, ദൈവമക്കളാണ് നമ്മളെങ്കിൽ ദൈവം പറയാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്. ദൈവം പറയാൻ ഒരു സ്ഥലത്തേക്ക് പോകരുത്. കാരണം ദൈവത്തിനെല്ലാം ഇന്നലെ ഞാനിങ്ങനെ വിജയപാസ്കർ സംസാരം പറഞ്ഞ്, ചില ആൾക്കാരിലൊക്കെ ചില ഒരു സ്പിരിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക പോകും. പക്ഷെ ചില ആൾക്കാരിലൊക്കെ ഒരു പ്രാവശ്യം കൊണ്ട് പ്രാർത്ഥിച്ച പോകത്തില്ല. ആൻറ്റി ഇങ്ങനെ ഞങ്ങൾ പറയും. കാരണം വെച്ചാൽ നമ്മൾ ഒരനുഭവം വെച്ച്, പ്രാർത്ഥനയുടെ അനുഭവം വെച്ച്. അപ്പൊ അതിന് കാരണം എന്താ വെച്ചാൽ എന്ത് ദൈവം എല്ലാത്തിനും ഒരു അപ്പോയിന്റ് ടൈം വെച്ചിട്ടുണ്ട്, ഇല്ലേ? ആ ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ ഇത് പോയേ പറ്റത്തുള്ളൂ. നിന്റെ സമയം കഴിഞ്ഞു. ഇനി നിനക്ക് അതിൽ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. നിനക്ക് അവിടെ ഇരുന്ന് നശിപ്പിക്കാനോ മുടിക്കാനോ കഴിയത്തില്ല. കാരണം ഇത് ആ ടൈമാണ്. അതുകൊണ്ട് നമ്മൾ പറയും ചിലപ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് വിടുതൽ നടക്കും, ചില സമയത്ത് പെട്ടെന്ന് വിടുതൽ നടക്കത്തില്ല. കാരണം ദൈവം അപ്പോയിന്റ് ചെയ്ത ടൈമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ സമയത്തൊക്കെ ഒരിടത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വിടുതലിട്ട് അടുത്തടുത്തേക്ക് ഓടിക്കണം. അവിടെയും പോയിട്ട് കിട്ടിയിരുന്ന അടുത്തടുത്തേക്ക് ഓടണം. അങ്ങനെ ഓടി നടക്കരുത്. കാരണം അങ്ങനെ ഓടി നടന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ നിരാശയിലേക്കും പോകത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് ദൈവം നമ്മൾ ഓരോ കാര്യങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കി വേണം നമ്മൾ പോകാനായിട്ട്. നമ്മളൊരു ഭവനത്തിലേക്ക് പോലും, നമുക്ക് എത്ര അടുപ്പമുള്ള ഒരാളാണെങ്കിൽ പോലും ആ ഭവനത്തിലേക്ക് കാല് ചവിട്ടണം. ദൈവം പറയാണ്ട് കാല് ചവിട്ടരുത്, ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവം പറയുമ്പോൾ നമ്മൾ ചിലയിടത്തേക്ക് പോകും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ചെന്നിട്ടുള്ള സ്ഥലമുണ്ട്. ആ സിസ്റ്റർ ഞാൻ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പറയാതെ തന്നെ നേരെ ചെന്ന് ബെല്ലടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയൊക്കെ എന്ന് വെച്ചാൽ എന്താ സംഭവിച്ചാൽ അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ ഡെലിവറൻസ് നടന്നിരിക്കും. ഹല്ലേലൂയ. കാരണം നമുക്ക് ചിലപ്പോൾ ദൈവം തോന്നിപ്പിക്കും പോ ചെല്ല് എന്ന് പറയുമ്പോൾ. അല്ലാതെ നമ്മൾ സ്നേഹം എന്നാ കയറിയേക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കയറിയതുകൊണ്ട് ഒരു പ്രയോജനം വരാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൈവമക്കളാണെങ്കിൽ ചെയ്യുന്ന ഓരോ കാര്യം ദൈവം പറഞ്ഞിട്ടേ ചെയ്യാവൂ.
അല്ല, ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയും നിങ്ങൾ പിശാചിനെ എതിർത്ത് നിൽക്കണം. അല്ലെ, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ദൈവത്തോട് അടുത്ത് വരണം, ദൈവത്തിന് കീഴടങ്ങണം. നമ്മുടെ ആമേ ഹാലയില ആമേ നമ്മൾ ദൈവത്തിന് കരയണം. ഹാലെ, നമ്മൾ ദൈവത്തിന് താഴണം. യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി എന്ന്. അരക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ രണ്ടു ദിവസം നമ്മൾ പ്രബോധിച്ച് പറഞ്ഞു, ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കണം, ചില സമയത്ത് നമ്മൾ സംസാരിക്കണം. യേശു കർത്താവ് ചോദിച്ചു, നീ എന്താ മിണ്ടാത്ത? നിന്നെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുന്നതല്ലേ? അത് കഴിയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അതേപോലെ നീ തന്നെയാണോ ആമേ ഹാലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന്? യെസ് ഐ ആം എന്നോട് പറയും, ഞാനാകുന്നു, അത് തന്നെ, ഞാൻ തന്നെ എന്ന് പറയും. അവിടെ വായ തുറക്കേണ്ടത് കർത്താവ് വായ തുറക്കുന്നു, വായ തുറക്കേണ്ടത് വായ തുറക്കുന്നു. നമ്മളിവിടെ ആ വായ തുറക്കേണ്ടടുത്തൊന്നും വായം തുറക്കത്തില്ല, വായ തുറക്കേണ്ടടുത്ത് എല്ലാം കർത്താവ് വായ തുറക്കുകയും ചെയ്യും. ഹാലെ, നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. സംസാരിക്കേണ്ടടുത്ത് എന്നാ മര്യാദയ്ക്ക് സംസാരിക്കത്തില്ല, സംസാരിക്കാൻ പാടില്ലാത്തടത്ത് ആവശ്യമില്ലാത്ത എല്ലാം കടന്ന് പറയുകയും ചെയ്യും. ഹാലല്ലേ. അപ്പൊ ഇവിടെ ദൈവസരി നമുക്ക് ആ നേരത്തെ നമ്മളോട് പറഞ്ഞു, ഹാല നിനക്കെതിരായി വരുന്ന ഒരു ആയുധം ഫലിക്കത്തില്ല, നിനക്ക് ഞാൻ അധികാരം 91 സങ്കീർത്തനം 10 വാക്യം അങ്ങനെ തന്നെ അറിയില്ല. ഇത് അപ്പൊ 91 സങ്കീർത്തനത്തിന്റെ എല്ലാ വാക്യങ്ങളും നമുക്ക് ആപ്ലിക്കബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 1-ാം വാക്യം നമ്മുടെ ജീവിതത്തെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നമ്മൾ എവിടെ ഇരുന്നിട്ടാ ഇത് പറയുന്നതെന്നുള്ള ദൈവം പറയുമ്പോ എന്റെ ചിറകിനടി ഇരിക്കെ ഹാല എബേഡ് ഇൻ മീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വല്ലോടും പോയിരുന്നിട്ട് ഹാല ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മളോട് ആദ്യം പറഞ്ഞ് നമ്മൾ അനുസരിക്കണം. ദൈവം പറഞ്ഞിട്ടുള്ള, ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. എന്നിട്ട് വേണം നമ്മൾ അതൊക്കെ ഡിക്ലെയർ ചെയ്യാനായിട്ട്. ലൂക്കോസിന്റെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ടോ, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഹാലലിയ. ഈ അധികാരം നമ്മൾ എടുക്കുമ്പോൾ ഹാലലിയ, ഈ അധികാരത്തെ നമ്മൾ പറയുമ്പോൾ ഹാല ഇത് കേൾക്കുന്നവർക്ക് ഹാലലിയ ശത്രുവിന് മനസ്സിലാണ് ഇത് പറയാൻ ഇവള് യോഗ്യയാണെന്ന്. എന്ന് വെച്ചാൽ ദൈവം നീതീകരിച്ച ആര് കുറ്റം വിധിക്കുന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണ്. പക്ഷേ ദൈവം നീതീകരിച്ച ആ നീതീകരണത്തിൽ തന്നെ നമ്മൾ നിൽക്കണം. നീതീകരണം സൗജന്യമാണ്, പക്ഷേ വിശദീകരണം സൗജന്യമല്ല. ഹാലൂയ. വിശദീകരണം നമ്മളുടെ ജീവിതത്തിൽ ധനം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതാണ് വിശദീകരണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും നമ്മളെ ഗൈഡ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം നമ്മൾ അങ്ങനെ വിടുതൽ പ്രാപിച്ചു മുൻപോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വചനം 105 സങ്കീർത്തനത്തിൽ പറയുന്ന എന്താ പറയാ, എന്റെ നീതിമാന്മാരെ തൊടരുത്, പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യരുത്. ആരാ ഇത് പറയുന്നത്? മനുഷ്യനല്ല ഇത് പറഞ്ഞത്, കർത്താവ് അത് പറഞ്ഞേക്കുന്നത്. കർത്താവ് പറഞ്ഞെങ്കിൽ ആരാ നീതിമാന്മാര്? ആരാ നമ്മുടെ അഭിഷിക്തന്മാര്? ദൈവത്തിന്റെ അഭിഷിക്തന്മാർ നമ്മൾ ഓരോരുത്തരും അഭിഷേകം പ്രാപിച്ച ക്രിസ്തുവാണ് അഭിഷിക്തൻ. ക്രിസ്തു ഇരിക്കുന്ന നമ്മളെല്ലാവരും അഭിഷിക്തരാ. അഭിഷേകത്തിന്റെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരുന്നാലും ക്രിസ്തു ഉണ്ടോ നമ്മളിൽ? മഹത്വത്തിന്റെ പ്രത്യേകിച്ച് ക്രിസ്തു നമ്മളുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അഭിഷിക്തരാ. നമ്മളെ തൊടരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അപ്പുറത്ത് വന്നിട്ട് മറ്റൊരാൾക്ക് നമ്മളെ തൊടാൻ പറ്റുമോ? തൊടാൻ പറ്റത്തില്ല. എബ്രായ ലേഖനം 4 ദൈവത്തിന്റെ വചനം ഇരുവായത്തുള്ളത് വളരെക്കാട് മൂർച്ചടാവാണ്. എബ്രായ 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചിയെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മളിപ്പോ ഇത്ര നേരം പറയും, വചനം ഉപയോഗിക്കണം, വചനം പറയണം, വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ കാര്യങ്ങൾ. ഈ വചനത്തെ കുറിച്ച് പറയുന്നതാ, ഇത് ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാ. നമുക്കറിയാം ഇതെന്തൊക്കെയാ? പ്രാണനെയും ആത്മാവിനെയും മജ്ജകളെ വരെ വേർപിടിക്കും വരെ തുളച്ച് കയറി ചെല്ലും. ഞാൻ നേരത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദേഹിയുള്ള ഇഷ്ടം വന്ന ദേഹത്തെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അത് നടപ്പാക്കുന്നത്. അവിടെ ഇതിനെ തമ്മിൽ വേർപിടിപ്പിക്കുന്നതാണ് വചനം ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഞാൻ രാവിലെ പറഞ്ഞപ്പോഴും പറഞ്ഞ വചനം നമ്മുടെ ഉള്ളിൽ ദൈവം പറഞ്ഞേക്കുന്ന വിതയ്ക്കാൻ പുറപ്പെട്ട
വിത്തിന്റെ ഉപമ ദൈവം പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ദൈവം പറഞ്ഞ ഉപമകളിൽ ഏറ്റവും കാതല ഉപമയാണത്. അല്ലെ, കാരണം വെച്ചാൽ വിതക്കാരൻ സെയിമാണ്, വിത്തും സെയിമാണ്. പക്ഷെ വിതച്ച നിലങ്ങൾ വ്യത്യസ്തമായപ്പോൾ അതിന്റെ ഫലവും അതിന്റെ എന്താ പറയാ അതിന്റെ പുറത്ത് വന്ന ഫല കൊയ്ത്ത് ഇത് വ്യത്യസ്തമായി. ഹല്ലേലൂയ. കാരണം ഒന്ന് പറയുന്ന വഴിയേരി വിതച്ചത് പറവുകൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി. പാറപ്പുറത്ത് വെച്ച് പെട്ടെന്ന് വേരില്ലായി മുളച്ചു വന്നിട്ട് ഉണങ്ങിപ്പോയി. പക്ഷെ അവിടെ മുള്ളിനിടയിൽ വിതച്ചത് പറയുന്നത് ഈഹലോകത്തിന്റെ ചിന്തകൾ അതിനെ ഞെരുക്കിക്കളയണം. അപ്പൊ നമ്മളെല്ലാം വചനമുണ്ട്, വചനം ഡെയിലി നമ്മൾ കേൾക്കും, നമ്മുടെ ഉള്ളിലേക്ക് വചനം വരുന്നു. പക്ഷെ നമ്മുടെ പലവിധ ചിന്തകൾ ഈ വചനത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ അനുവദിക്കുന്നില്ല. നമ്മൾ ഒരിടത്തേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹീലിംഗിന്റെ വചനമുണ്ട്, ഡെലിവറൻസിന്റെ വചനമുണ്ട്, പലവിധ പ്രവചനത്തിന്റെ വചനമുണ്ട്. ഇതെല്ലാം നമ്മളിലുണ്ട്. പക്ഷേ നമ്മളിലിരിക്കുന്ന ചിന്തകളും വിചാരങ്ങളും ഇതിനെ ഞെരുക്കുന്നുണ്ട്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഇതിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്താൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ ശുശ്രൂഷയെ ഞെരുക്കിക്കളയും. വചനം നമ്മളിലുണ്ട്, ഹല്ലേലൂയ. പക്ഷേ ആത്മാവിന്റെ ശക്തിയും നമ്മളുണ്ട്. പക്ഷേങ്കിൽ ശക്തിയും വചനവും ഉണ്ടായിട്ട് പോലും ശുശ്രൂഷ വെളിപ്പെടാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനെ ഞെരുക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ നമ്മളടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്കൊരു സൗഖ്യമായിട്ട് അവിടെ കൊടുക്കേണ്ടുന്നത് നമ്മളിൽ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇതിനെ ഞെരുക്കി കളയുന്നുണ്ട്, അതിന്റെ ഫലം പുറപ്പെടുവിക്കുന്നില്ല. അപ്പൊ നല്ല നിലത്ത് വിതച്ചത് മാത്രമേ ഹൃദയമൊക്കെ എപ്പോഴും ഒരുക്കി ശുദ്ധമാക്കി ചിന്തകളൊന്നും ഇല്ലാതെ വിചാരങ്ങളില്ലാതെ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താകെ പറഞ്ഞൊരു ഭയമില്ലാതെ നമ്മൾ ചെല്ലുന്നെങ്കിൽ മാത്രമേ നമ്മളിൽ നിന്ന് എന്താ പറയുക ആ വചനത്തിന്റെ ഫലം അവിടെ പുറപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ വചനം പറഞ്ഞിട്ടും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മളവിടെ കടന്ന് ചെന്നിട്ടും ഹല്ലേലൂയ ഇതെല്ലാം നടന്നിട്ടും എന്തുകൊണ്ട് നമ്മളിലുള്ള ഹല്ലേലൂയ വചനത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചു. 18:18 മത്തായി 12 18 നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അല്ല, ഒരു 18 നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമി അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതൊരു ലോയാണ്, ഇതൊരു കീ ആണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നമ്മൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ അഴിക്കുകയും കെട്ടുകയും ചെയ്യുന്നത് നമ്മുടെ നാവ് കൊണ്ട് തന്നെയാണ്. ഈ നാവിൽ ദൈവത്തിന്റെ അധികാരമുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ പറയപ്പെട്ട വിത്ത് ഈ വചനം ഹല്ലേലൂയ ഇരുവായത്തുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ വചനത്തിന്റെ ശക്തി നമ്മളിലൂടെ പുറപ്പെടണം. ഹല്ലേലൂയ. അവിടെ അതുകൊണ്ടാ പറയുന്നത്, ഇത് കെട്ടണമെങ്കിലും ഇത് അഴിക്കണമെങ്കിലും നമുക്ക് ദൈവം തന്ന അധികാരം നമ്മളിൽ ഉണ്ടെന്നൊരു തിരിച്ചറിവ് അധികാരത്തെ ഉപയോഗിക്കാൻ നമ്മൾ യോഗ്യരാണെന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ആദ്യം വരണം. ചില സ്ഥലത്തൊക്കെ നമ്മൾ ശുശ്രൂഷിക്കാൻ പോയി നിൽക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്നൊക്കെ ദുരാത്മാവ് വെളിപ്പെടും. കാരണം വെച്ചാൽ ഫീസൊക്കെ മാറി എന്നൊക്കെ സൗണ്ടൊക്കെ നമുക്ക് മനസ്സിലാവും. ദൈവമേ ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഇത് കാണുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഭയം വരും. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ഭീതി തോന്നും. കാരണം വെച്ചാൽ അയ്യോ ഇതെന്ത് പറഞ്ഞതിനപ്പുറത്തേക്ക് ഇത് എന്ത് സാധനമാണെന്നൊന്നും അറിയത്തില്ലല്ലോ. പക്ഷേങ്കില് അവിടെ നമ്മളിലുള്ള ദൈവം നമുക്ക് തന്ന അധികാരത്തെ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കണം. ഈ അധികാരം നമ്മൾ എടുക്കുമ്പോൾ ഞാൻ പറയും എപ്പോഴും പിശാചിന്റെ മുമ്പിൽ നമ്മൾ അധികാരം എടുക്കുമ്പോൾ പിശാച് നമ്മുടെ എപ്പോഴും അപവാദം പറയാൻ നോക്കിയിരിക്കുന്ന അപവാദിയാണെന്ന് മറന്നു പോകരുത്. ഞാൻ ഇന്നലെ പാസ്റ്ററുമായിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെ ഇപ്പോഴത്തെ വൃതന്മാരെ പോലും തെറ്റിച്ച് കളയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്ന. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമൊക്കെ ഉള്ളതുകൊണ്ട് ജനത്തിനെ തെറ്റിച്ച് കളയൊക്കെ ചെയ്യും. പക്ഷേ അപ്പോൾ ആന്റി അത് പലപ്പോഴല്ല പണ്ടും ഉണ്ടായിരുന്നല്ലോ. എന്നാലും ബാബുച്ചനെയും പാസ്റ്റർ പ്രസംഗിച്ച് പറഞ്ഞു എല്ലാ വാതിലും അടഞ്ഞാൽ ഒരു കിളിവാതിൽ തുറന്നു കളഞ്ഞാൽ മതി അവന് വിശുദ്ധി പോകാനായിട്ട്. ദാവീദിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഓക്കെ, സമ്മതിച്ചു ദാവീദ് വിശുദ്ധ. പക്ഷേ മറ്റൊരു സംഭവം എന്ന് പറയാം, യോസഫ് ജയിച്ചു എന്നെല്ലാരും പറഞ്ഞു. പക്ഷെ യോസഫ് യഥാർത്ഥത്തിൽ ജയിച്ചു. പക്ഷെ യോസഫിന് ഫലം എന്തായിരുന്നു? റിസൾട്ട് എന്തായിരുന്നു? യോസഫ് അവര് വന്ന പ്രലോഭനത്തിൽ ജയിച്ചു. പക്ഷെ യോസഫ് എവിടെ പോയി കിടന്നറിയാം? ആ കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ പോയി കിടക്കുക ചെയ്ത യോസഫ്.
മനസ്സിലായ? അപ്പൊ യോസഫ് നിരപരാധിയാണെന്ന് അറിഞ്ഞ ഒരേ ഒരാൾ ദൈവമാണ്. പിന്നെ തെറ്റ് ഞാൻ പ്രേരിപ്പിച്ച സ്ത്രീക്ക് അറിയായിരിക്കും നിരപരാധി, പക്ഷെ ബാക്കിയുള്ളവരുടെ എല്ലാം മുമ്പ് യോസഫ് കുറ്റക്കാരനായിരുന്നു. അന്നത്തെ കാലത്ത് യോസഫിനെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടത് കഴിഞ്ഞു അതോടെ. പക്ഷെ ഇന്നാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഹാലയില് ഒരു മനുഷ്യൻ ചിലപ്പോ അവൻ തെറ്റുകാരൻ അല്ലെങ്കിലും അവനെ ഇവിടെ അങ്ങ് കൊല്ലും. കാരണം കാണുന്നവരും പോകുന്നവരും വരുന്നവരും എല്ലാം എവിടെ നിന്ന് കിട്ടിയെന്ന് എന്താന്ന് സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ട് എടുത്തങ്ങോട്ട് അലക്കാൻ തുടങ്ങും. ഹാലലിയ. യൂട്യൂബിലും അവിടെ ഇവിടെ എല്ലാം എവിടെയൊക്കെ ഇടാവോ, ഫേസ്ബുക്കിലും ട്വിറ്ററിലും എനിക്കറിയാം ഇൻസ്റ്റ എന്തൊക്കെ ഇടാവോ അവിടെ എല്ലാം ഇട്ട് അവനെ ഈ ലോകത്തിനും പിന്നെ ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റും. ഇന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ എത്ര പേര് നിരപരാധി നമുക്ക് അറിയത്തില്ല. കാരണം യോസഫ് നിരപരാധി, ദാവീദ് കുറ്റം ചെയ്തു സംഭവിച്ചു, പക്ഷെ യോസഫ് കുറ്റം ചെയ്തു. പക്ഷെ എന്താ റിസൾട്ട്? യോസഫിനെ ആ കുറ്റത്തിനെ ശിക്ഷിച്ചു, കാരാഗ്രഹത്തിൽ അടച്ചു. എത്ര വേദനയായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഹാലലിയ. നമ്മൾ ഇന്നും നമ്മളെ കുറിച്ച് പലരും പലതും പറഞ്ഞു. ഞാനിപ്പോഴും തെറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ അത് ചെയ്താൽ നമുക്ക് സങ്കടം വരത്തില്ല. കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്നൊരു ബോധം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ തെറ്റ് ചെയ്യാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പരത്തുമ്പോൾ എത്ര വിഷമമുണ്ട്. പക്ഷെ ഇന്ന് കേൾക്കുന്നതിൽ എത്ര പേരല്ല നിരപരാധി നമുക്ക് വല്ല ഉറപ്പുണ്ടോ? യോസഫിനെ കുറിച്ച് ആരും യോസഫ് നിരപരാധം വിശ്വസിച്ചിട്ടുണ്ടാവുമോ? വിശ്വസിച്ചിട്ടില്ല. കാരണം വിശ്വസിച്ചെങ്കിൽ യോസഫ് ഒരിക്കലും ശിക്ഷ അനുഭവിച്ച് കാരാഗ്രഹത്തിൽ ഇപ്പൊ കിടക്കത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ അവസ്ഥയാണെന്ന് എടുത്തു നോക്കി നിങ്ങളിത്. നമ്മൾ കേൾക്കുന്ന പല ദൈവദാസന്മാരെ കുറിച്ചും കുറ്റങ്ങൾ വരുമ്പോൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവരെ കുറിച്ച് ഇങ്ങനെ ഓരോ ഗോസിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ എത്ര പേര് നിരപരാധി ഉണ്ടോ നമുക്ക് വല്ല ഉറപ്പുണ്ടോ? നമ്മൾ മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്നു. ഹല്ലേലൂയ. ഇവിടെയൊക്കെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അപവാദം പറഞ്ഞ് അവർ ഒന്നിനും കൊള്ളാത്തവരാക്കി ദൈവത്തിന് മനുഷ്യർക്ക് ഒരുപോലെ കൊള്ളാത്തവനാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ഒരു പ്രയാസവുമില്ല. ഇവിടെയൊക്കെ നമ്മൾ ഹാലലൂയ അല്പം ഒന്ന് തളർന്നു പോയി കഴിഞ്ഞാൽ, യോസഫിനെ കാരാഗ്രഹത്തെ യോസഫ് ഒരുപാട് കരഞ്ഞു കാണാൻ ഓർത്ത് വിഷമി. പക്ഷെ എന്നിട്ട് ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ദൈവം യോസഫിനെ ബലപ്പെടുത്തി, ദൈവത്തിന്റെ ശബ്ദം യോസഫ് അവിടെയും കേട്ടത് കൊണ്ട് യോസഫ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് യോസഫിനെ തളർത്തിക്കളയാൻ പറ്റിയില്ല. അതവിടെ സംഭവിച്ചത്. ദൈവം കൂടെ നമ്മളോട് ദൈവശബ്ദം ആ അവസ്ഥയിൽ കേൾക്കാൻ കഴിയുന്നതാണ് യോസഫിന്റെ അഡ്വാൻറ്റേജ്. നമ്മൾ ഇതുപോലുള്ള വിഷയങ്ങളിൽ പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കാര്യം പോയി. അതുകൊണ്ട് ഏത് അവസ്ഥയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ, എത്ര കൂരിലുള്ള താടിനെ കൂടെ പോയാലും ഏത് വെള്ളത്തിൽ കൂടെ പോയാലും, ഏത് തീ കൂടെ പോകുമ്പോഴും നമുക്ക് ദൈവശബ്ദം കേട്ട് നടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ശത്രു വീഴ്ത്തി കളയും. ഓരോ ദിവസം അതിന് നമ്മൾ ദൈവത്തിന്റെ ശബ്ദങ്ങൾ, ദൈവശബ്ദം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവവചനം. അപ്പൊ ദൈവവചനം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം എപ്പോഴും ഓഡിയോ സൗണ്ടിൽ കേൾക്കണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ വെളിപ്പാട് വരണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കേൾക്കാൻ പറ്റിയ കാര്യം ദൈവത്തിന്റെ വചനമാണ്. ആ വചനം നമ്മൾ ഓരോ ദിവസവും വായിക്കുകയും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കണം. നമ്മളെ അപവാദ കുറ്റം ദൈവം ഇപ്പുറത്ത് പറയും, ഇല്ല നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് വിലയേറിയവനാണ്, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് പകരം ഞാൻ മറ്റു പലതും കൊടുത്തേ, പക്ഷെ നിന്നെ ഞാൻ കൊടുക്കത്തില്ല. ആരൊക്കെ ഉപേക്ഷിച്ച ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഇതെല്ലാം ദൈവം നമ്മളോട് എത്രയൊക്കെ നമ്മൾ കുറ്റം ചെയ്താലും തെറ്റ് ചെയ്താലും ദൈവം പറഞ്ഞേക്കുന്ന മാനസാന്തരപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ തെറ്റ് തിരിച്ചറിഞ്ഞ ദൈവസന്നിധിയിൽ ഓടിച്ചത് ദൈവം നമ്മളെ ചേർത്ത് പിടിക്കും. മാറി നിൽക്കാൻ കൊണ്ടൊന്നും പറയത്തില്ല. മുടിയനായ പുത്രനെ കുറിച്ച് നമ്മൾ കാണുന്നത് സകലം നഷ്ടപ്പെടുത്തി മകനെന്ന് വിളിക്കാൻ പോലും യോഗ്യനല്ല എന്ന് അപ്പനടുത്ത് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ട്, പക്ഷെ അവിടെ വന്നിട്ട് അത് പൂർണ്ണമായി പറയാൻ പോലും അനുവദിക്കുക അപ്പൻ അങ്ങനെ കെട്ടിപ്പിടിച്ച് ലൂയ ചുംബിക്ക് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ദൈവം അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വീഴ്ചകൾ വന്നു പോയാലും അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ അടുത്തേക്കൊന്ന് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ പൊതുവെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മുടെ അപവാദം നമ്മളോട് ഇല്ലില്ല, നിന്നെ ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല, നിന്നെ ഇനി ദൈവം സ്നേഹിക്കത്തില്ല, ദൈവം നിന്നെ ഉൾക്കൊള്ളത്തില്ല, ദൈവം നിന്നോട് നീ പ്രാർത്ഥിച്ച കേൾക്കത്തില്ല, ഇതൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവന്റെ ശബ്ദമല്ല തിരിച്ചറിയുന്നത്, അവന്റെ ശബ്ദമല്ല നമ്മൾ കേൾക്കേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ ശബ്ദം തന്നെ നമ്മൾ കേൾക്കണം. ദൈവശബ്ദം കേട്ട് നമ്മൾ മുൻപോട്ട് പോകുമെങ്കിൽ ഏത് പ്രതികൂലത്തിലും
ഏത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെ ജയിക്കാൻ നമുക്ക് പറ്റും. കാരണം ദൈവം അത്രത്തോളം പ്രിവിലേജ് അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ മക്കളെ കുറിച്ചുള്ള അധികാരം ദൈവം ഈ ലോകത്ത് മൊത്തം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഈ വചനം നമ്മളോട് മാത്രമല്ല ഇത് പറഞ്ഞേക്കുന്നത്. എന്താ എന്റെ അഭിഷിക്തമാരെ തുടർന്ന് ആരോടാ പറഞ്ഞേക്കുന്നത്? നമ്മളോടാണോ പറഞ്ഞേക്കുന്നത്? അല്ല. ഹല്ലേലൂയ. ഇത് ഈ ലോകത്തിൽ നമ്മളെ തൊടാൻ ചാൻസ് ഉള്ള എല്ലാവരോടും പറഞ്ഞേക്കുന്നത്. നിനക്കൊരനർത്ഥവും ഫലിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ ഫലിക്കത്തില്ലെന്നല്ല, ഒരനർത്ഥവും ഫലിക്കത്തില്ല. നിനക്കെതിരായിട്ടൊക്കെ ഒരായുധവും ഫലിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഫലിക്കുമായിരിക്കും, പക്ഷെ വലിയ മൂർച്ചകളൊക്കെ ഒന്ന് ഫലിക്കുമായിരിക്കും, പക്ഷേ ബാക്കിയുള്ള ഫലിക്കത്തില്ലെന്നല്ല. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. അപ്പൊ നിനക്കെതിരായി ശത്രു എത്രയൊക്കെ ആയുധം ഉണ്ടാക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു, ഉണ്ടാക്കും അവൻ. പക്ഷേ അതൊന്നും നിന്റെ നേരെ വരുമ്പോ ഫലിക്കത്തില്ല. കാരണം നീ ആരാണ്, നിന്റെ പ്രൊട്ടക്ഷൻ ആരാണെന്ന് നീ മനസ്സിലാക്കുന്നത്. ദൈവം നമുക്ക് ചുറ്റും മതില് കെട്ടിയ പോലെ നമ്മുടെ തീമതിലിട്ട് നമ്മളെ സൂക്ഷിക്കാൻ നമ്മൾ വിശ്വസിക്കുന്നത്. അതൊന്ന് പൊളിയാനായിട്ട് അതിനെ പൊളിക്കാൻ പറ്റും ഒരായുധം ലോകത്തിലില്ല. അപ്പം ഈ വചനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദിവസം തോറും നമ്മൾ ഈ വചനത്തിന്റെ ശക്തി ഉൾക്കൊള്ളണം. വചനത്തിന്റെ ശക്തിയെ നമ്മൾ ഏറ്റെടുക്കണം. വചനം നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ വേറെന്തെങ്കിലും നമ്മുടെ നാവിന്മേൽ സിനിമാ പാട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഗോസിപ്പുകളോ അല്ലെങ്കിൽ എന്താ പറയാ പൊട്ടച്ചൊല്ലോ കളിവാക്കോ ഒന്നും അല്ല വരേണ്ടുന്നത്. നമ്മുടെ വായിൽ നമ്മൾ വായി തുറന്നാൽ ദൈവത്തിന്റെ വചനം വേണം. ദൈവത്തിന്റെ വചനത്താൽ എഴുതപ്പെട്ട പാട്ടുകളൊക്കെ നമ്മൾ എപ്പോഴും സങ്കീർത്തനങ്ങളും സ്തുതിഗീതങ്ങളാൽ നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷം മാറുന്നത്. നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്. നമ്മൾ വീട്ടിനകത്ത് നിന്നിട്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വചനവും ആത്മാവിൽ അന്യഭാഷയെ കുറിച്ച് പ്രാർത്ഥിക്കുക ചെയ്യുമ്പം നമുക്കതിനെ അന്തരീക്ഷ മണ്ഡലം ഒക്കെ ഇങ്ങോട്ട് ഫ്രീ ആകുന്നുണ്ട് അല്ലേ? ഒരു മൂടിക്കെട്ടിയ ഒരു സന്തോഷം ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അന്തരീക്ഷം മാറും. എങ്ങനെയാ നമ്മൾ അന്യഭാഷയിൽ അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ എടുത്ത് ഉറക്കെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ദൈവം തന്ന പ്രോമിസുകളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി നമ്മൾ പോലും അറിയാതെ അവിടെ ഫ്രീ ആയി നമുക്ക് അറിയാൻ പറ്റും. ഇത് വെറുതെ തോന്നലല്ല. അത് ചില ആൾക്കാരും അതൊക്കെ ഒരു തോന്നലല്ല. അനുഭവം. ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടിട്ട് ആ ന്യൂസ് കണ്ട പോലെ എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് അതിനെ ഒരു സ്ട്രൈക്ക് ചെയ്ത്. നമ്മുടെ സൗദിയിലെ രാജകുമാരൻ 20 വർഷമായിട്ട് കോമാ സ്റ്റേജിൽ കിടക്കുന്നു. ഇന്നലെ അദ്ദേഹത്തിന് 36ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം കണ്ട. അപ്പം ചാനലിലെല്ലാം റിപ്പോർട്ട് ചെയ്ത്. അപ്പൊ ഞാൻ ആദ്യം ഈ ഫോട്ടോ ഇങ്ങനെ കിടക്കുന്ന ഫേസ് നല്ല ഒരു ദൈവദൂതന്റെ ഫേസ് പോലെ നല്ലൊരു ഫേസ് കണ്ടു. പെട്ടെന്ന് ഞാൻ നോക്കി ഇങ്ങനെ വല്ല വിശുദ്ധന്മാരാണോ വല്ല മരിച്ചവരാണോ വല്ലൊരു ഇതാണെന്ന് ആ ന്യൂസ്. അല്ലെങ്കിൽ ഇത്ര കാര്യം കണ്ടായിരുന്നു ന്യൂസ്. എല്ലാ ഒത്തിരി ചാനലുകാരെ റിപ്പോർട്ട് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ അത് കണ്ടത്. അപ്പൊ അതിനകത്ത് ഒരു ആക്സിഡന്റ് പറ്റിയത് 16ാമത്തെ വയസ്സ് ആക്സിഡന്റ് പറ്റിയിട്ട് അത് ബ്രെയിനെ എഫക്ട് ചെയ്ത് പുള്ളി കോമാ സ്റ്റേജിലാണ്. 2019 എങ്ങാണ്ട് എപ്പോഴും കണ്ട് പുള്ളിയുടെ ഒരു വിരലെങ്ങാണ്ട് അനങ്ങി. പക്ഷേ വെന്റിലേറ്റർ സപ്പോർട്ടിൽ തന്നെ ഇപ്പോഴും കഴിയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ അപ്പൻ പറഞ്ഞ് എന്തോ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അത് ഇങ്ങനെ ഇട്ടിരിക്കുക. പക്ഷെ ഇന്നലെ അത് കണ്ടപ്പോൾ എനിക്കിത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത്. അപ്പൊ തൊള്ള എന്റെ ഉള്ളിൽ ഈ മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു തോന്നൽ എന്റെ മനസ്സിൽ വിശ്വാസം വന്നിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ ലാസർ മരിച്ച് 4 നാളായി നാറ്റം വെച്ച ലാസറിനെ എഴുന്നേൽപ്പിച്ച ദൈവം സൗദിയുടെ ചരിത്രത്തെ മാറ്റുന്ന രീതിയിൽ ഒരു റിവൈവലിന് വേണ്ടിയിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. അല്ലെങ്കിൽ 20 വർഷക്കാലം അദ്ദേഹം ഒരിക്കലും കോമയിൽ കിടക്കത്തില്ല. ആ മുഖമാണെങ്കിൽ ഇപ്പോഴും ഒരു രോഗിയുടെ മുഖമൊന്നല്ല, ഞാൻ പറയത്തില്ല നല്ല ഗ്ലോറിയസ് ഒരു ഫേസ്. ഹല്ലേലൂയ. അത് കണ്ടപ്പോ എന്റെ മനസ്സിൽ വന്നപ്പെട്ട ദൈവത്തിന്റെ ഒരു ചൈതന്യം നിൽക്കുന്ന പോലെ തോന്നുന്നു. കാരണം ദൈവം എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് തോന്നുന്നു. ഞാൻ പറയാം, നമ്മൾക്ക് പോയി പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വചനം അയച്ച് പ്രാർത്ഥിക്കണം. വചനം അയച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകാത്ത ഒരു സ്ഥലം ഉണ്ടാകത്തില്ല. ഞാൻ എന്റെ വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനം കടന്ന് ചെന്ന് അപ്പൊ നമ്മൾ അയക്കുന്ന വചനം വെറുതെ നമ്മുടെ വായിന്ന് പുറപ്പെട്ടിട്ട് മടങ്ങി വരത്തില്ല. അത് ഉദ്ദേശ ഫലം ചെയ്യുമെന്നാ പറഞ്ഞെങ്കിൽ നമ്മളൊരു വചനം ഇവിടെ നിന്നുകൊണ്ട് അയച്ചാൽ മതി. അമേരിക്ക ഇരിക്കുന്ന സാറാമ സിസ്റ്ററിൽ അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അയച്ചാൽ മതി. ദുബായിലിരിക്കുന്ന നമ്മുടെ വിജയ സിസ്റ്റർ പ്രവർത്തിക്കും. ഇവിടെ ഇരുന്നുകൊണ്ട് വചനം അയച്ചു കഴിഞ്ഞ് UK അത് ഓരോ രാജ്യങ്ങളിലേക്ക് അത് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ കാണുന്ന ഏറ്റൊരു കാര്യം, ദൂതന്മാരെ നമ്മൾ ഉപയോഗിക്കണ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുക. നമുക്ക് പോകാൻ പറ്റാത്തിടത്ത് നമ്മൾ ചെല്ലുന്ന കണക്ക് ദൂതന് ചെല്ലാൻ പറ്റും. ദൂതന്മാര് പലയിടത്തും നമ്മൾ നിൽക്കേണ്ടടുത്ത് നമ്മൾ പോകേണ്ടടുത്ത്
നമ്മളെപ്പോലെ നമ്മളായിട്ട് തന്നെ ദൂതൻ ഇറങ്ങി ചെല്ലും. ഹല്ലേലൂയ. ആമേ അവരോട് സംസാരിക്കും, അവരെ തൊട്ടും, അവരെ സൗഖ്യമാക്കും. ഏഞ്ചലിക് മിനിസ്ട്രി, ഹീലിംഗ് മിനിസ്ട്രിയിൽ ഭയങ്കര ഞാൻ ആദ്യമായിട്ടൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഏഞ്ചൽ ഇറങ്ങി സൗഖ്യമാക്കുന്നത് ഞാൻ കണ്ടതാണ്. അന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ പാസ്റ്റർ കൊച്ചു 6 മാസം പ്രായമുള്ള പാസ്റ്റർ കൊച്ചു ഡെങ്കു ആണ്. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് വന്നതേ ഉള്ളൂ. അപ്പൊ ഡെങ്കു ആണ്. അതിന് അമൃതയിൽ അഡ്മിറ്റ് ചെയ്ത് കൗണ്ടൊക്കെ 40,000-ത്തിനൊക്കെ എത്തി, വയറൊക്കെ വീർത്തു. 6 മാസം പ്രായമുള്ളൂ. അപ്പൊ എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ രാത്രി നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നിറങ്ങുമ്പോൾ ഞാൻ കണ്ട് ഒരു കൊച്ചിനെ ഇങ്ങനെ പെട്ടെന്ന് സ്ട്രെച്ചറിൽ പെട്ടെന്ന് ഐസിയുവിനകത്തേക്ക് ഓടി ഇങ്ങനെ വെപ്രാളപ്പെട്ടെല്ലാം തള്ളിക്കൊണ്ട് പോകുന്നു. പക്ഷെ ഐസിയുവിന്റെ വാതിൽ എത്തുന്നതിന് മുമ്പ് ഒരു ദൂതൻ ഇറങ്ങുന്നു, ഇതിനെ തൊടുന്നു. ഈ കൊച്ചിനെ തിരിച്ച് ഡോക്ടർമാർ പെട്ടെന്ന് നോക്കിയിട്ട് റൂമിലേക്ക് മടക്കി കൊണ്ടുപോയി. ഇതായിരുന്നു എന്റെ ദർശനം. എനിക്കത് വന്നത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കൊച്ചിന് കൗണ്ട് കൂടാൻ തുടങ്ങി. 75,000 ഉച്ച കഴിയുമ്പോൾ 1,50,000 കണ്ടായി. ഇങ്ങനെ ആയി കൊച്ചു പെട്ടെന്ന് കൊച്ചിന് സൗഖ്യമായി. രാത്രി കണ്ട അവസ്ഥയല്ല, രാവിലെ ആയപ്പോൾ കൊച്ചിന് ഭയങ്കര മാറ്റം വന്നതാണ്. ദൈവം എനിക്ക് ആദ്യം കാണിച്ചു ഏഞ്ചൽസിനെ നമ്മൾ മിനിസ്ട്രിയിൽ, ഹീലിംഗ് മിനിസ്ട്രിയിൽ ഉപയോഗിക്കും എന്നുള്ളതിനെ കാണിച്ചു തന്നൊരിതാണ്. അപ്പൊ നമുക്ക് ഏഞ്ചൽസിനെ വിടാൻ പറ്റും. ഞാൻ ദുബായിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പം എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് കൊച്ചിൻ്റെ അടുത്തേക്ക് ഏഞ്ചൽ ഇറങ്ങി എന്നെ തൊട്ട് സൗഖ്യമാക്കിയെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൗദിയിലല്ല എവിടെയാണ് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാൻ പറ്റും, തൊട്ട് സൗഖ്യമാക്കാൻ പറ്റും. നിങ്ങൾ ഇത് കാണണം. നിങ്ങൾ അദ്ദേഹത്തെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയാൽ ദൈവമാണ് തൊട്ട് സൗഖ്യമാക്കിയെന്ന് വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്ത് നടക്കാൻ പോകുന്ന ഒരു നമ്മുടെ സുവിശേഷത്തിന്റെ ഒരു വാതിലവിടെ ഓപ്പൺ ആകും. റെസ്ട്രിക്ഷൻ ഇല്ലാതെ ദൈവവചനം ശുശ്രൂഷിക്കാൻ. ഇപ്പൊ ഇരിക്കുന്ന രാജാവിനെ കുറിച്ച് പണ്ട് പോലെ സംഭവം നടന്നതാണ്. അദ്ദേഹം ഇന്നിപ്പം അവിടെ പള്ളി പണിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന വിഷയം നമുക്ക് വചനം അയച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ ഇതങ്ങ് പറഞ്ഞതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ നമുക്ക് ദൈവം തന്ന കീ ആണ് എന്താ? നമ്മൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തെ കെട്ടപ്പെടും, നമ്മൾ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തെ അഴിക്കപ്പെടും. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുക അതൊരു നിയമം, ഒരു ലോയാണ്. പത്രോസിന്റെ കയ്യിലേക്ക് സഭയെ പണിയാനായിട്ടുള്ള സഭയെ കൊണ്ടുപോകാനുള്ള പത്രോസിനെ ദൈവം ഏൽപ്പിച്ച കീയാണ്. ആ കീന്ന് നമ്മൾ ഓരോരുത്തരും കാരണം ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളും ജയിക്കില്ല. സഭയെ പണിയുന്ന ദൈവമാണ്. പാതാള ഗോപുരത്തിൽ ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. നമ്മളല്ല സഭയെ പണിയുന്നത്. കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് സഭയെ പണി, സഭ കർത്താവ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പണി. പക്ഷേ നമ്മുടെ കയ്യിൽ അതിന് വേണ്ടുന്ന കീ ദൈവം തന്നിട്ടുണ്ട്. ആ കീ ആണ് നീ പറഞ്ഞാൽ അത് സംഭവിക്കുന്നുള്ളത്. നമ്മൾ ഓരോ 3 ദിവസങ്ങൾ ഓരോ പറയണം, വായ തുറക്കണം. നിങ്ങൾ വായ തുറന്ന് പറയുമെങ്കിൽ അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിട്ട് പറയണം. നമ്മൾ താഴ്ന്നിട്ട് വേണം പറയാനായിട്ട്, നമ്മൾ ക്രമപ്പെട്ടിട്ട് വേണം പറയാനായിട്ട്. നമ്മൾ നെഗളവും അഹങ്കാരമൊക്കെ വെച്ചുകൊണ്ട് ഞാനെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭാവം വെച്ചുകൊണ്ടിരിക്കില്ല. ആരോടും പക വെച്ചുകൊണ്ട്, കയ്പ് വെച്ചുകൊണ്ട്, വെറുപ്പ് വെച്ചുകൊണ്ട് മത്സരം വെച്ചുകൊണ്ട് ഇതൊന്നും വെച്ചുകൊണ്ട് ആയിരിക്കില്ല നമ്മൾ പറയുന്നത്. ദൈവസന്നിധിയിൽ താഴ്ന്ന് നമ്മളെ തന്നെ താഴ്ത്തിയിട്ട് വേണം പറയാനായിട്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവം നമുക്ക് തന്ന അധികാരം നമ്മൾ ഉപയോഗിക്കണം. നമുക്കെതിരായി വരുന്ന ഒരായുധം ഫലിക്കും. നിങ്ങളുടെ എതിരെ വരുന്ന ആയുധത്തെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ആയുധങ്ങളൊക്കെ അവൻ ഉണ്ടാക്കിയിട്ട്, എത്ര ആയുധമെല്ലാം ഉണ്ടാക്കിയിട്ട് അതൊക്കെ വന്നിട്ട്, പക്ഷെ ഇത് നിനക്ക് ഫലിക്കണം വേണ്ടെന്ന് നീ തീരുമാനിച്ചാൽ മതി. ദൈവം പറഞ്ഞിട്ട് ഫലിക്കത്തില്ലെന്ന്. ദൈവം നമുക്കെതിരായിട്ട് ദൈവം നമുക്ക് തന്ന വലിയ പ്രോമിസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഭയം നമ്മളിൽ വരരുത്, ഭീരുത്വം നമ്മളിൽ വരരുത്, നമ്മൾ സംശയം വരരുത്, അവിശ്വാസം വരരുത്, ഒന്നും കടന്നു വരരുത്. ഇതൊന്നും ദൈവത്തിൻ്റെതല്ല, ഇതെല്ലാം പിശാച് കൊണ്ടുവരുന്ന. അതൊക്കെ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങൾ അതിനെയൊക്കെ ജയിച്ച് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്തൊക്കെ നിങ്ങളിൽ ഇപ്പോൾ ഉണ്ടോ അതെല്ലാം എടുത്തു കളഞ്ഞിട്ട് പോകാനായിട്ട്. നാളത്തെ ഭാവിയെ കുറിച്ച് ഭയം, കുഞ്ഞുങ്ങളെ കുറിച്ച് ഭയം, അവരുടെ നമ്മുടെ സാമ്പത്തികമായ ബാധ്യതയെ കുറിച്ചുള്ള ഭയം, രോഗത്തെ കുറിച്ചുള്ള ഭയം, തലമുറകളെ കുറിച്ചുള്ള ഭയം, ഇങ്ങനെ കിടക്കുന്ന എക്സാമിനെ കുറിച്ചുള്ള ഭയം, ഇങ്ങനെ കിടക്കുന്ന ആകുല ചിന്തകളെല്ലാം ഇവിടെ കളഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ ഇരുന്നിട്ട് ഇന്ന് നിങ്ങൾ ഈ വചനത്തിന്റെ ശക്തികൾ അതിനെല്ലാം ജയിച്ച് നിങ്ങളുടെ വായ തുറന്ന് നിങ്ങൾ സംസാരിക്കണം. അപ്പോൾ അത് സംസാരിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം നീങ്ങി മാറിക്കണം. നിങ്ങൾ ഫ്രീ ആകും. ഫ്രീ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് ഒരിക്കൽ നമ്മൾ അതിന്റെ സൗഖ്യം തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ശക്തി തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ അടങ്ങിയിരിക്കത്തില്ല. നിങ്ങളുടെ വാ തുറന്ന് തന്നെ എപ്പോഴും നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ ഗോസിപ്പ് പറയാനായിട്ടല്ല, മറ്റുള്ള കുറ്റം പറയാനില്ല, നെഗറ്റീവ് പറയാനായിട്ടില്ല. തലമുറകളെ നോക്കി നിങ്ങൾ അനുഗ്രഹിക്കാൻ തുടങ്ങും. തലമുറ ഏറ്റവും അനുഗ്രഹമായി മാറാൻ തുടങ്ങും. അപ്പൊ ഓരോ കാര്യം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും നമുക്ക് ഓരോരുത്തർക്കും. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.